ഈ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കുന്നത്? വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന വിവരങ്ങളാണ് നമുക്ക് SIT ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ തെരുവുനായ കടിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തിരുന്നു. പക്ഷേ എന്തോ അത് ഫലപ്രദമായിട്ടില്ല. കാരണം അതിൽ പ്രധാനമായും മനസ്സിലാക്കുന്നത് ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. അത് ഞരമ്പിനുൾപ്പെടെ മുറിവേറ്റു. അങ്ങനെ രക്തത്തിലേക്ക് ഈ വൈറസ് കലരുകയും അത് അതിവേഗത്തിൽ രക്തത്തിൽ പടരുകയും ചെയ്തു എന്ന സംശയമാണുള്ളത്. എന്തായാലും ആ കാര്യത്തിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. ഇക്കാര്യത്തിൽ പിതാവും ബന്ധുക്കളും അടക്കം വലിയ പരാതി ആരോഗ്യവകുപ്പിനെതിരെ ഉയർത്തുന്നുണ്ട്. വിദഗ്ധരടക്കം പറയുന്നത് ഇത് ആഴത്തിൽ മുറിവേറ്റത് കാരണമാകാം ഒരുപക്ഷെ പേവിഷബാധയേറ്റത്. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ ഈ വാക്സിൻ ഫലപ്രദമാകാറില്ല എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. ഏതായാലും കുട്ടി വലിയ പ്രയാസത്തിലാണ്. അവരുടെ ബന്ധുക്കളടക്കം ഈ കുട്ടിയുടെ ആരോഗ്യനിലയിലുള്ള വിഷമത്തിലാണ്. SIT ആശുപത്രി അധികൃതർ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. എത്തിയ ഉടൻ തന്നെ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് ആശുപത്രിയിൽ നടത്തുന്നത്. ഋഷിപാൽ, അതുപോലെ തന്നെ ഈ ആശമാരുടെ സമരം അത് 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലേ? അപ്പോൾ ഈ രാപ്പകൽ സമരയാത്രയ്ക്ക് നാളെ കാസർഗോഡ് നിന്ന് തുടക്കമാകും. പക്ഷെ ഇത്രയൊക്കെ ചെയ്താലും സർക്കാർ അവരൊന്നും പരിഗണിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ റോഷി. ആശാപ്രവർത്തകരുടെ സമരം 85ാം ദിവസമാണ്. അതിൽ ഇപ്പോഴും അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം, വിരമിക്കുമ്പോൾ ആനുകൂല്യം നൽകണമെന്ന ആവശ്യം, ഈ ആവശ്യങ്ങളൊക്കെ അതേപോലെ തന്നെ അത് ചർച്ചയിടക്ക് മന്ത്രിയൊക്കെ നടത്തിയെന്നല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് അവർ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം തുടരുന്നതിനൊപ്പം തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സമരയാത്ര കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അവരുടെ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷയുടെ നേതൃത്വത്തിലാണ്, ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് സമരയാത്ര. മെയ് 17 തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓക്കെ ഋഷിപാൽ, എന്തായാലും ഇന്നും പതിവ് പോലെ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസം തന്നെയാണ്. ഒപ്പം തന്നെ കനത്ത മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് രാവിലെ മഴയുടെ ഒരു സാഹചര്യം ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു മണിക്കൂറിൽ തന്നെ കണ്ടറിയാം.